ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ച് ദിവസത്തെ ഒഫീഷ്യൽ തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഫുള്ളായിട്ട് ഒരു ഷോപ്പിംഗ് ഡേ ആണ്. നമ്മുടെ ബാലരാമപുരത്ത് 100 രൂപയുടെ മഹാമേള നടക്കുവാണ്. 5 രൂപ മുതലാണ് ഇവിടുത്തെ സാധനങ്ങളുടെ വില തുടങ്ങുന്നത്. വളരെ ചീപ്പ് കോസ്റ്റിന് നമുക്ക് നല്ല നല്ല സാധനങ്ങൾ മേടിച്ചിട്ട് വരാം. ഫസ്റ്റ് വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് തുണിയുടെ സെക്ഷനാണ് വരുന്നത്. ലേഡീസിൻ്റെയാണ് ഫസ്റ്റ് ടൈം വന്ന് കയറുമ്പോൾ തന്നെ കാണുന്നത്. നല്ല വില കുറച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇവിടെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ കോട്ട്, ഡബിൾ കോട്ട്, പില്ലോ കവേഴ്സ് ഉള്ളത് എല്ലാം തന്നെ പല പല റേറ്റിന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു കോംബോയാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ കിടക്കുന്ന ബെഡ്ഷീറ്റൊക്കെ വളരെ വിലക്കുറവാണ് കേട്ടോ. 100 റുപ്പീസ്, 200 റുപ്പീസ്, 200 റുപ്പീസിനൊക്കെ നമുക്ക് പില്ലോ കവറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ലേഡീസിൻ്റെ സെക്ഷനിലൂടെ വന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആയിട്ടുള്ള പാൻസ്, ടീഷർട്ട്, കുർത്തീസ് എല്ലാം തന്നെ ഉണ്ട്. നമ്മൾ പല ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് മേടിക്കുന്നതായതുകൊണ്ട് നമുക്ക് അറിയാം ഒരു ക്വാളിറ്റി മെറ്റീരിയൽ കാണുമ്പോൾ ഇത് എത്ര രൂപ ആകും എന്നുള്ളത്. പക്ഷെ അതേസമയം ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ വില കുറവിന് തന്നെയാണ് ഇവർ കൊടുക്കുന്നത്, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല ഒരു ഓഫറാണ് ഇവിടെ കിട്ടുന്നത്. പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കാണെങ്കിലും പല പല ജാക്കറ്റ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംമാതിരി ഡ്രസ്സസ് ഉണ്ട്. നമുക്കിങ്ങനെ ഏതെടുക്കണം എന്ന കൺഫ്യൂഷനാണ് വരുന്നത് കേട്ടോ. മാത്രമല്ല ടോയ്സ് ഉണ്ട്. എല്ലാം തന്നെ ഇതിൽ കാണുന്നത് എല്ലാം നല്ല വിലക്കുറവിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മേടിക്കാതിരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഈ കാണുന്ന ഡ്രസ്സൊക്കെ വളരെ ചീപ്പ് കോസ്റ്റിനാണ് കേട്ടോ. ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എക്സിബിഷൻ പോലെ സാധനങ്ങൾ മാറി മാറി വരുന്നുണ്ട്. ഇത് ബാഗിൻ്റെ കളക്ഷനാണ്. ഇവിടെ 100 രൂപയ്ക്ക്, 150 രൂപയ്ക്ക്, 200 രൂപയ്ക്ക് അങ്ങനെ പല റേഞ്ചിന് പല പല ബാഗ്സ് ഉണ്ട്. നല്ല കളക്ഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു ബാഗ് പുറത്തുനിന്ന് മേടിക്കുന്ന പൈസയ്ക്ക് നമുക്ക് 2 ബാഗ് മേടിക്കാം. അടുത്ത സെക്ഷൻ വരുന്ന മാറ്റിൻ്റെയാണ്. 8 മാറ്റ് 200 രൂപയ്ക്കുണ്ട്, 100 രൂപയ്ക്കുണ്ട്. അങ്ങനെ പല പല കോംബോയിൽ നല്ല ക്വാളിറ്റി മാറ്റൊക്കെ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നല്ല എക്സ്പെൻസാണ്. പക്ഷേ ഇവിടെ നല്ല വില കുറവിൽ കോംബോ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ് കേട്ടോ. ബോട്ടിൽസ് മാത്രമല്ല ബാസ്ക്കറ്റ്, ഈ ബക്കറ്റ് എല്ലാം തന്നെ ഉണ്ട്. 8 കണ്ടെയ്നർ, 16 കണ്ടെയ്നർ, 200 രൂപ, 100 രൂപ അങ്ങനെയാണ് ഓപ്ഷൻ വരുന്നത്. പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഞാൻ എടുക്കുന്ന സാധനങ്ങളാണ് ഞാൻ മാക്സിമം കാണിക്കുന്നത്. എല്ലാം കാണിക്കാൻ നിന്നാൽ ഒരു ദിവസം ഫുള്ള് നമുക്ക് തികയില്ല. അപ്പോൾ അത്രത്തോളം കളക്ഷൻസാണ് അവിടെ ഉള്ളത്. ചപ്പലിൻ്റെ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ 50 രൂപ മുതൽ ചപ്പലിൻ്റെ ഒരു പ്രൈസ് തുടങ്ങും. അതുപോലെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യുന്നത് മാത്രമല്ല പുറത്ത് ഇടുന്നത് വരെയും 90 രൂപയ്ക്കും 100 രൂപയ്ക്കൊക്കെയാണ് ഉള്ളത്. നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മൊത്തത്തിൽ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. അതേ നോക്കിക്കേ, ബാസ്ക്കറ്റ് ആണെങ്കിൽ പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, ഗ്ലാസസ്, കത്തി, പിന്നെ ഇതുപോലെയുള്ള തടിത്തവികൾ എല്ലാം നമുക്ക് ആ ഒരു നല്ലൊരു പ്രൈസിൽ, ഈ നല്ലൊരു പ്രൈസ് എന്ന് ഞാൻ എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിൻ്റെ ഹാഫ് ആൻഡ് കോസ്റ്റിനാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതെന്നുള്ളതാണ് പ്രത്യേകത. ഇങ്ങനൊരു മഹാമേള നടക്കുന്ന ഓൾറെഡി മെജോറിറ്റി ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവാനാണ് ചാൻസ്. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്ത് ഇടുന്നത് കേട്ടോ. ഈ കാണുന്നില്ലേ ഹാർപ്പിക്ക്, ലോഷൻ, ഡെറ്റോൾ ഇതെല്ലാം കൂടി ഒരു കോംബോ ആയിട്ട് 100 രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത്. എന്ത് ലാഭം അല്ലേ. നമുക്കൊരു വീട്ടിലത്തേക്ക് അത്യാവശ്യം ഉള്ള കാര്യങ്ങൾ ഫുള്ളായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മൺപാത്രങ്ങളാണ് ഇതൊക്കെ. ഭരണി പോലെയുള്ള സാധനങ്ങളൊക്കെ നല്ല നല്ല വില കുറവിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ചെറുതായിട്ടുള്ള വലുതായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഉള്ളത് കേട്ടോ. ഞാനിങ്ങനെ എടുക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എടുക്കാതിരിക്കാനൊട്ട് പറ്റത്തുമില്ല. അപ്പോൾ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ വില കുറച്ചും കൂടി കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും പർച്ചേസ് ചെയ്യും. എന്തായാലും ഞാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഇനി ബില്ല് ചെയ്തിട്ട് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ബില്ല് ചെയ്യുന്നത് ഒരു വലിയ ഒരു ടാസ്ക്കാണ്. കാരണം ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്നുണ്ട് ബില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങി. ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് സെയിൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ. വൈകുന്നേരം വരെയും നല്ല ആളുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് നമുക്ക് കംഫർട്ടായിട്ടുള്ള ടൈം എന്ന് വെച്ചാൽ വന്നിട്ട് റിലാക്സ് ചെയ്ത് നമുക്ക് നോക്കിയെല്ലാം മേടിച്ചിട്ട് വീട്ടിൽ പോവാം. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ഫസ്റ്റ് ബർഗറാണ് ഓർഡർ ചെയ്തത്. ബർഗറും ലൈം ജ്യൂസും ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്ന ഒരു ബർഗറായിരുന്നു. ചിക്കൻ ബർഗറായിരുന്നു മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് ലൈം ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞ് നല്ല ചൂടുള്ള എഗ് പപ്സ് കഴിച്ചു. ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് നല്ല ടേസ്റ്റി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷെയ്ക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ ഈ ചൂട് കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക്
എത്ര വെള്ളം കുടിച്ചിട്ടും മതിയായില്ല. ഇത് ഷേക്കല്ല, ഇത് ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഷേക്ക് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാനും ദേവേട്ടനും ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇതിങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പോത്തീസിലോട്ട് വന്നു. പോത്തീസ് എന്ന് വെച്ചാൽ ഇവിടെ വെള്ളായണിയിൽ പുതിയതായിട്ട് തുടങ്ങിയ പോത്തീസിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. സിറ്റിയിലുള്ള പോത്തീസിൽ നമ്മൾ എപ്പോഴും പോകുന്നതാണ് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറി അവിടുത്തെ പോലെ തന്നെ സിറ്റിയിലത്തെ പോലെ തന്നെ എല്ലാ കളക്ഷൻസും ഇവിടെ ഉണ്ട്. മാത്രമല്ല നല്ല നല്ല ഓഫേഴ്സും ഉണ്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം മേടിച്ചു. പ്രത്യേകിച്ച് വീക്കെൻഡ്സിൽ ഇവിടെ നല്ല ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഒരു മിഡ് വീക്കാണ് വന്നിട്ട് കൂടിയും നല്ല ഓഫേഴ്സ് ഞങ്ങൾക്ക് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി എടുത്തു. ഓഫേഴ്സ് ഉള്ളത് ഇല്ലാത്തത് എല്ലാം കണ്ടുപിടിച്ച്, എന്നിട്ട് ഓഫേഴ്സ് ഉള്ളത് നമ്മൾ കണ്ടുപിടിച്ചെടുക്കുന്നതിലാണ് ഒരു ഷോപ്പിങ്ങിൻ്റെ ഒരു ഹൈലൈറ്റ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ചില സാധനങ്ങൾ നമ്മൾ എപ്പോഴും മേടിക്കുന്ന ബ്രാൻഡ് തന്നെയാണ് മേടിക്കുന്നത്. കോഫി പൗഡർ ആണെങ്കിലും ടീ പൗഡറൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളതിൽ ഒരു മാറ്റം വരത്തില്ല. എപ്പോഴും യൂസ് ചെയ്യുന്ന ബ്രാൻഡ് തന്നെയാണ് മേടിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ നമ്മളൊന്ന് മാറി ഒന്ന് യൂസ് ചെയ്ത് നോക്കും, പരീക്ഷിച്ച് നോക്കും എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അവിടുത്തെ ഈ ഒരു എംപ്ലോയീസിൻ്റെ ഒരു ബിഹേവിയർ ആണെങ്കിലും നല്ല സർവീസാണ്, എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇവിടെ ബില്ലൊക്കെ പേ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ തുണിയുടെയൊക്കെ സെക്ഷൻ വരുന്നത്. ഇത് ഞങ്ങൾ മുന്നേ വന്നപ്പോഴത്തേക്കും മുകളിൽ തുണിയുടെ സെക്ഷനിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെയും നല്ല ഒരു കളക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ സാധനങ്ങൾ കയറ്റാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അപ്പോൾ വെള്ളായണിയിൽ പോത്തീസ് നമ്മൾ ഈ സിറ്റിയിൽ ഉള്ള പോത്തീസിൻ്റെ അത്രയും വലിപ്പമില്ല. പക്ഷേ എങ്കിൽ നമുക്ക് ഇവിടെ ബാലരാമപുരത്ത് നിന്ന് സിറ്റിയിൽ പോകുന്നേക്കാളും ഇത് ഭയങ്കര ഒരു എളുപ്പമാണ് കേട്ടോ. അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ബാലരാമപുരം സൈഡിൽ നിന്നൊക്കെ നമുക്ക് സിറ്റിയിലോട്ട് പ്രത്യേകിച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകാനായിട്ട് നമ്മൾ ബ്ലോക്കാണ് ഏറ്റവും വലിയ ടാസ്ക്. നമ്മൾ ഇരുന്ന് മടുക്കും. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പോത്തീസ് ഇവിടെ വെള്ളായണിയിൽ വന്നതെന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. വെള്ളായണി ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആർക്കും കൺഫ്യൂഷൻ വേണ്ട. അങ്ങനെ ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെ വന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട്. അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല സർവീസും കാര്യങ്ങളും ഓഫേഴ്സും എല്ലാം തന്നെ ഉണ്ട്. ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങളിവിടെ തിരിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച് 100 രൂപയുടെ മഹാമേളയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. ഈ പച്ചക്കറി, ഫ്രൂട്ട്സ്, പിന്നെ ഇതുപോലുള്ള ഈ കിച്ചണിലത്തേക്ക് വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളല്ലാതെ ബാക്കി എല്ലാം അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സിറ്റിയിലെ പോത്തീസിൽ പോയിട്ടുള്ളവരാണെങ്കിലും ഈ വെള്ളായണിയിലെ പോത്തീസിലൊന്ന് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ കാർ പാർക്കിങ്ങും 2 വീലർ പാർക്കിങ്ങും ഒക്കെ സൗകര്യമുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു കണ്ടൻറ്റുമായിട്ട് നല്ലൊരു സ്പോട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ, ടേക്ക് കെയർ, ബൈ.